അവർ പറഞ്ഞതിനകത്ത് അല്പസത്യമുണ്ട്. എന്നാൽ നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ്റെ കഴിവുകളെ വിലയിരുത്തുന്നത് ശുദ്ധ അബദ്ധമാണെന്നാണ് എൻ്റെ അഭിപ്രായം. നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, സ്ത്രീ പുരുഷ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലും കലയെയും സംസ്കാരത്തെയും വിലയിരുത്തുന്നതും അബദ്ധമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഡാൻസ് എന്ന് പറയുന്നത് സ്ത്രീകൾ മാത്രം കുത്തകയാണെന്ന് ആരെങ്കിലും കരുതുന്നെങ്കിൽ വലിയ അബദ്ധമാണ്. പിന്നെ ഒരു കാര്യം, ഈ ഡാൻസ് പഠിപ്പിക്കുന്നവർക്കും പാട്ട് പാടിക്കുന്നവർക്കൊക്കെ നല്ലത്, ഒരു നല്ല സുന്ദരിയായ ചെറുക്കൻ ഒരു പയ്യൻ വന്നൊരു പാട്ട് പാടുന്നു, ഒരു രസം തോന്നും. ഒരു സുന്ദരിയായ പെൺകുട്ടി വന്ന് പാട്ട് പാടും, ഒരു രസം തോന്നും. അപ്പോൾ ഒരു കറുത്ത പെൺകുട്ടിയെ സ്വാഭാവികമായിട്ട് വെളുത്ത പെണ്ണിന് പ്ലസുണ്ട്. നമസ്കാരം. ബഹുമാനപ്പെട്ട പ്രേക്ഷകരോട് ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്നു. ക്രൈം ഓൺലൈൻ എന്ന ഞങ്ങളുടെ വാർത്താ മാധ്യമത്തിന് 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായി ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. മാധ്യമ പ്രവർത്തന രംഗത്ത് എന്നും ഞങ്ങൾക്ക് തുണയായി നിന്നിട്ടുള്ള ബഹുമാനപ്പെട്ട പ്രേക്ഷകർ തന്നെയാണ് ഞങ്ങളുടെ ശക്തി, ഞങ്ങളുടെ മാർഗദർശികളും. ബഹുമാനപ്പെട്ട പ്രേക്ഷകർ തന്നെയാണ് 5 ലക്ഷത്തിലേക്ക് ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് നിലവാരം ഉയർത്തിയതും. തുടർന്നും ഏവരുടെയും പ്രോത്സാഹനവും സഹകരണവും ഞങ്ങൾക്കുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളെ ഈ ഒരു നേട്ടത്തിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി കൈപിടിച്ചുയർത്തിയ എല്ലാ ബഹുമാന്യരായ പ്രേക്ഷകർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. കൂടുതൽ കരുത്തോടെ, സത്യസന്ധതയോടെ, മൂർച്ചയോടുകൂടി തന്നെ എന്നും അഴിമതിക്കും അനീതിക്കും എതിരായി എന്നും നിങ്ങൾക്കൊപ്പം ഞങ്ങൾ ഇനിയും കൂടെ ഉണ്ടാകും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വാർത്തയിലേക്ക് കടക്കുന്നു. എന്നും പ്രസംഗവേദികളിൽ നാവ് പിഴ കൊണ്ട് വാർത്തകളിൽ ഇടം നേടുന്ന ആൾ തന്നെയായിരുന്നു കേരള രാഷ്ട്രീയത്തിലെ ഒറ്റയാൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന PC ജോർജ്. PC ജോർജ് എന്നും സത്യസന്ധമായി തന്നെയാണ് സംസാരിക്കാറുള്ളത്. ആരെയും സുഖിപ്പിക്കുന്ന തരത്തിൽ അദ്ദേഹം സത്യത്തെ വളച്ചൊടിച്ച് ഒരിക്കലും സംസാരിക്കില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും കേൾക്കുന്ന ആളുകളെ പൊള്ളിച്ചിട്ടുണ്ട്. സത്യസന്ധമായ കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറയുക PC-യുടെ ഒരു പ്രത്യേകത തന്നെയാണ്. എന്നാൽ വിളിച്ചു പറയുന്ന കാര്യങ്ങളിൽ ആവേശം കൂടി കടന്നു വരുമ്പോൾ അദ്ദേഹത്തിന് ഒരു പക്ഷേ നാവ് പിഴകൾ സംഭവിക്കാറുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും അദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിൽ സംസാരിക്കുമ്പോൾ മാഹിയിലെ സ്ത്രീകൾ വേശ്യാവൃത്തി ചെയ്യുന്നു എന്ന തരത്തിൽ PC ജോർജിന്റെ നാവിൽ നിന്നും ഒരു പരാമർശം ഉണ്ടായി എന്നാണ് ഇപ്പോൾ UDF-ന്റെ മഹിളാ വിഭാഗക്കാർ പരാതിപ്പെടുന്നതും. മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും ഈ പ്രവർത്തകർ PC ജോർജിനെതിരെ സ്ത്രീയെ അപമാനിച്ചു, അല്ലെങ്കിൽ സ്ത്രീവർഗത്തെ അപമാനിച്ചു, മാഹിയിലെ സ്ത്രീകളെ PC ജോർജ് അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തിരിക്കുന്നു. നേരത്തെയും PC ജോർജിനെതിരെ ഇത്തരത്തിലുള്ള കേസുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ഇതാ PC ജോർജ് ഈ പ്രചരണ വേദിയിൽ, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സമയത്താണ് PC ജോർജ് പ്രചരണ പരിപാടികളുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. അടുത്ത കാലത്ത് BJP-യിൽ ചേക്കേറിയ PC ജോർജ് BJP-യുടെ ഒരു പ്രചരണ പരിപാടിയിൽ സംബന്ധിക്കുമ്പോഴാണ് മാഫിയയിലെ സ്ത്രീകളെ കുറിച്ച് ഇത്തരത്തിൽ വിവാദപരമായ ഒരു പരാമർശം നടത്തിയത് എന്നാണ് UDF-ന്റെയും മുസ്ലിം ലീഗിന്റെയും മഹിളാ വിഭാഗക്കാർ ഇപ്പോൾ വനിതാ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും PC ജോർജിനെതിരെ കേസ് നൽകിയപ്പോൾ പറഞ്ഞത്. അടുത്ത ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു വാർത്തയായിരുന്നു കലാമണ്ഡലം സത്യഭാമ എന്ന് പറയുന്ന ഒരു നൃത്ത അധ്യാപിക, മൺമറഞ്ഞുപോയ കേരളത്തിന്റെ അതുല്യ നടൻ കലാഭവൻ മണിയുടെ സഹോദരൻ RLV രാമകൃഷ്ണനെ കറുപ്പ് നിറത്തിന്റെ പേരിൽ അധിക്ഷേപിച്ചത്. ഇത് സാമൂഹ്യ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും സത്യഭാമ ടീച്ചറിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കേരളത്തിലെ സാംസ്കാരിക നായകരടക്കം എല്ലാ ആളുകളും വന്ന് പൊങ്കാലയിടുന്ന ഒരു കാഴ്ചയുമാണ് കണ്ടത്. നിറത്തിനും വർണ്ണത്തിനും വർഗത്തിനും അനുകൂലമായി സത്യഭാമ ടീച്ചർ പ്രതികരിക്കുന്നു എന്ന് തന്നെയാണ് അന്ന് സത്യഭാമ ടീച്ചറിനെതിരെ പ്രതികരിച്ചവരെല്ലാവരും പറഞ്ഞത്. മോഹിനിയാട്ടം നടത്തുന്നവർ മോഹനന്മാരല്ല, മോഹിനികളായിരിക്കണം എന്ന വിവാദ പ്രസ്താവനയാണ് സത്യഭാമ ടീച്ചർ നടത്തിയത്. കറുത്ത നിറമുള്ള ആളുകൾ മോഹിനിയാട്ടം കളിക്കേണ്ടതില്ല, മത്സര രംഗത്തേക്ക് പോകേണ്ടതില്ല എന്നൊക്കെ വിവാദപരമായ വില കുറഞ്ഞ പരാമർശങ്ങളാണ് സത്യഭാമ ടീച്ചർ നടത്തിയത്. എന്നാൽ സത്യഭാമ ടീച്ചർ പറഞ്ഞതിലും ചില കാര്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് PC ജോർജും രംഗത്ത് വരികയുണ്ടായി. അവർ പറഞ്ഞത് ജാതീയമായോ അല്ലെങ്കിൽ വർണ്ണ വൈചിത്ര്യത്തിന്റെ പേരിൽ, നിറവ്യത്യാസത്തിന്റെ പേരിൽ ഒരു കലാകാരനെ ആക്ഷേപിക്കുന്നത് ശരിയല്ല എന്ന് PC ജോർജ് എടുത്തു പറയുമ്പോഴും സത്യഭാമ ടീച്ചർ പറഞ്ഞതിലും ചില കാര്യങ്ങളുണ്ട് എന്നാണ് PC ജോർജ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്.
അതായത് സത്യഭാമ ടീച്ചർ പറഞ്ഞ കാര്യത്തിലും ചില കാര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ സത്യഭാമ ടീച്ചർ പറഞ്ഞ ചില കാര്യങ്ങളോട് പി സി ജോർജ് അനുകൂലിക്കുന്നു എന്ന് തന്നെയാണ് പി സി ജോർജിന്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കുന്നത്. ഇതും ഇപ്പോൾ പി സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിനയായി തീർന്നിരിക്കുന്നു. പി സി ജോർജിനെതിരെ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി കൊടുക്കുവാൻ വേണ്ടി ഒരു പറ്റം കലാകാരന്മാർ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു കാരണവശാലും കേരളത്തിന് സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് കലാമണ്ഡലം സത്യഭാമ ടീച്ചർ നടത്തിയത്. അതായത് കറുത്ത നിറമുള്ള ആരും ഭരതനാട്യം അല്ലെങ്കിൽ മോഹിനിയാട്ടം പോലുള്ള കലകൾ അഭ്യസിക്കേണ്ടതില്ല. അങ്ങനെ അവർ അഭ്യസിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അമ്പലങ്ങളിലോ പള്ളികളിലോ വേണമെങ്കിൽ നിങ്ങൾ അത്തരം നൃത്തം അവതരിപ്പിച്ച് സായുജ്യം അടങ്ങിക്കൊള്ളൂ. പക്ഷേ സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരം വിഷയങ്ങൾക്ക് ഒരു മത്സരം ഏർപ്പെടുത്തുകയാണെങ്കിൽ കറുത്ത നിറമുള്ള കുട്ടികൾ ഒരിക്കലും ഇത്തരത്തിൽ ഒരു കലാവിഭാഗവുമായി അവിടെ മത്സരിക്കാൻ പോകരുത് എന്ന് പറയുന്ന സത്യഭാമ ടീച്ചറിന്റെ ഉള്ളിലുള്ള കറുപ്പ് തന്നെയാണ് അവരുടെ അഭിപ്രായത്തിലൂടെ പുറത്തേക്ക് വന്നത് എന്നാണ് എല്ലാവരും സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് പൊങ്കാലയിട്ടത്. ഇത് തന്നെയാണ് ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങളുടെയും അഭിപ്രായം. ഒരു കാരണവശാലും സത്യഭാമ ടീച്ചർ നിറത്തിന്റെയോ വർണ്ണത്തിന്റെയോ വർഗത്തിന്റെയോ പേരിൽ ഒരു കലാകാരനെയും ഇകഴ്ത്തി കാണിക്കാൻ പാടുള്ളതായിരുന്നില്ല. സത്യഭാമ ടീച്ചറുടെ ആ പരാമർശം തെറ്റായിരുന്നു എന്ന് തന്നെ ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങളും വളരെ ശക്തമായ രീതിയിൽ തന്നെ അപലപിക്കുന്നു. നേരത്തെ സത്യഭാമ ടീച്ചർ നടത്തിയ ഈ വിവാദ പരാമർശത്തെക്കുറിച്ച് ഞങ്ങൾ ധാരാളം വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പി സി ജോർജ് സത്യഭാമ ടീച്ചറെ അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ചത് ഇപ്പോൾ വളരെ വിവാദപരമായ ഒരു വിഷയമായി മാറിയിരിക്കുന്നു. മാഹിയിലെ സ്ത്രീകൾ വേശ്യാവൃത്തി നടത്തുന്നു എന്ന തരത്തിൽ അദ്ദേഹത്തിൽ നിന്നും ഒരു പരാമർശമുണ്ടായി എന്ന് പറയുന്നതിന് തൊട്ട് മുന്നേ തന്നെയാണ് ഇത്തരത്തിൽ സത്യഭാമ ടീച്ചറെ അനുകൂലിച്ചുകൊണ്ട് പി സി ജോർജ് ഒരു വിവാദ പരാമർശം നടത്തിയിരിക്കുന്നത്. അതും ഇപ്പോൾ വനിതാ കമ്മീഷനിലേക്കും മനുഷ്യാവകാശ കമ്മീഷനിലേക്കും പി സി ജോർജിനെതിരെ കേസായി പോകുന്നു എന്ന് തന്നെയാണ് അറിയുന്നത്. പി സി ജോർജ് സത്യഭാമ ടീച്ചറെ അനുകൂലിച്ചുകൊണ്ട് ജാതീയമായി അല്ലെങ്കിൽ വർണ്ണ വൈചിത്ര്യത്തിന്റെ പേരിൽ ഒരു കലാകാരനെ ആക്ഷേപിച്ച സത്യഭാമ ടീച്ചറിനോടൊപ്പം പി സി ജോർജ് നിലകൊള്ളുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പറ്റം കലാകാരന്മാർ ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനെയും വനിതാ കമ്മീഷനെയും സമീപിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഫലത്തിൽ പി സി ജോർജിന്റെ നാവുപിഴ കൊണ്ട് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നു അല്ലെങ്കിൽ വിവാദങ്ങളിലേക്ക് ചെന്ന് ചാടുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട വസ്തുത. ഏതായാലും മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും പി സി ജോർജിന്റെ ഇത്തരത്തിലുള്ള പരാമർശങ്ങളോട് വിവാദ പരാമർശങ്ങളോട് ഏത് തരത്തിൽ പ്രതികരിക്കും, എന്ത് തരത്തിലുള്ള നടപടികളാണ് കൈക്കൊള്ളാൻ പോകുന്നത് എന്ന് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം. എന്തായാലും പി സി ജോർജിനെ പോലുള്ള സമൂഹ മധ്യത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു പൊതുപ്രവർത്തകൻ നിറത്തിന്റെ പേരിൽ ഒരു നൃത്താധ്യാപിക രാമകൃഷ്ണനെ പോലുള്ള ഒരു പ്രഗത്ഭനായ കലാകാരനെ ജാതീയമായോ അല്ല എന്നുണ്ടെങ്കിൽ അവരുടെ നിറത്തിന്റെ പേരിലോ അധിക്ഷേപിക്കുമ്പോൾ അവർ പറഞ്ഞതിലും ചില കാര്യങ്ങളുണ്ട്. കറുത്ത നിറമുള്ള കുട്ടികൾ വേദിയിൽ വന്ന് ഒരു കലാരൂപം അവതരിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ആസ്വാദികരം വെളുത്ത നിറമുള്ള കുട്ടികളെ കാണുമ്പോഴാണ് എന്ന തരത്തിലുള്ള പി സി ജോർജിന്റെ വിവാദ പരാമർശം ഇപ്പോൾ കൂടുതൽ വിവാദങ്ങളിലേക്ക് ഓടിക്കയറിയിരിക്കുന്നു. ഇനി വരുന്ന ആളുകളിൽ ഇത്തരം വിവാദ പരാമർശത്തിന്റെ പേരിൽ പി സി ജോർജിനെതിരെ എന്ത് തരത്തിലുള്ള നടപടികളാണ് വനിതാ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും പൊതുസമൂഹവും കൈക്കൊള്ളുവാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം. ഞാൻ അതേപറ്റി എന്താണെന്നല്ല, ഞാൻ ഒരു സാഹിത്യകാരനല്ല, ഞാൻ പാവമാണ്. വലിയ സാഹിത്യയുടെ കഴിവ് ഡാൻസും അറിയത്തില്ല, എനിക്ക് ഒന്നും അറിയത്തില്ല, ഞാൻ ഒരു പാവമാണ്. അത് നടത്തിക്കും എനിക്ക് ഡാൻസ് എന്നാന്ന് പോലും അറിയത്തില്ല. പക്ഷെ അത് ഞാൻ കാണുന്നത് എനിക്ക് ആ സ്ത്രീയോട് വൈരാഗ്യം തോന്നിയില്ല. പറഞ്ഞ സ്ത്രീയുടെ പേരിന് കലാമണ്ഡലം എനിക്ക് അരിശം തോന്നി. എന്താണെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞതിനകത്ത് അല്പസത്യമുണ്ട്. എന്നാൽ നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന്റെ കഴിവുകളെ വിലയിരുത്തുന്നത് ശുദ്ധ അബദ്ധമാണെന്നാണ് എൻ്റെ അഭിപ്രായം. നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, സ്ത്രീ പുരുഷ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലും കലയെയും സംസ്കാരത്തെയും വിലയിരുത്തുന്നതും അബദ്ധമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഡാൻസ് എന്ന് പറയുന്നത് സ്ത്രീകൾ മാത്രം കുത്തകയാണെന്ന് ആരെങ്കിലും കരുതുന്നെങ്കിൽ വലിയ അബദ്ധമാണ്. കേരളത്തിലെ ഒരു അതിപ്രഗത്ഭനായ നടൻ, എന്നാ പേര്, വിനീത് അല്ലേ, എന്താണ് ആ നടൻ്റെ ഡാൻസ്? ഒരു സ്ത്രീയും രക്ഷപ്പെടുകയില്ല ഡാൻസ്. എല്ലാ ടൈപ്പ് ഡാൻസും വിനീതിനെ തോപ്പിക്കാൻ ആർക്കും കഴിയില്ല, സ്ത്രീകൾ പോലും പരാജയപ്പെടുക. അപ്പം കല എന്ന് പറയുന്നത് ഓരോ മനുഷ്യൻ്റെ ഉള്ളിലുള്ള കഴിവുകളാണ്. ആ കഴിവുകളെ നിറത്തിൻ്റെ അടിസ്ഥാനത്തിലോ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ജാതിയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ കാസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലോ ഒക്കെ വിലയിരുത്തുന്നത് മൗഢ്യമാണ്. അത് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. പിന്നെ ഒരു കാര്യം, ഈ ഡാൻസ് പഠിപ്പിക്കുന്നവർക്കും പാട്ട് പാടിക്കുന്നവർക്കും ഒക്കെ നല്ലത്, ഒരു നല്ല സുന്ദരിയായ ചെറുക്കൻ ഒരു പയ്യൻ വന്നിന്നൊരു പാട്ട് പാടുന്നു,
ഒരു രസം തോന്നും. ഒരു സുന്ദരിയായ പെൺകുട്ടി വന്ന് പാട്ട് പാടും, ഒരു രസം തോന്നും. അപ്പോൾ ഒരു കറുത്ത പെൺകുട്ടിയെ സ്വാഭാവികമായിട്ട് ആ വെളുത്ത പെണ്ണിന് പ്ലസുണ്ട്. അപ്പോൾ ചെയ്യേണ്ടത് എന്താ, ആ കറുത്ത പെണ്ണിന് നല്ലവണ്ണം മേക്കപ്പ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് നടത്തിയേക്കാൻ കുഴപ്പമില്ല. ഇതാണ് എൻ്റെ അഭിപ്രായം. മനസ്സിലായി? സത്യസന്ധമായിട്ട് പറയണ്ടേ, അതുകൊണ്ട് പറഞ്ഞത്.